ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾ വിചാരിച്ച് ഈ ചങ്ങായത്തെ രാവിലെ പൂച്ചനേറ്റ് വന്നിക്കണം. പൂച്ച എന്ന് പറഞ്ഞാൽ അതിനൊരു സംഗതി ഉണ്ട്. കാരണം പണ്ട് കാലത്തൊക്കെ നമ്മൾ ബാപ്പാരെ വീട്ടിലേക്ക് സാധനമൊക്കെ ആയിട്ടുണ്ട് വരുമ്പോൾ പെരക്കാർ വാതിലൊക്കെ തുറന്ന് എന്തൊക്കെ സാധനം കൊടുന്നിക്കണം എന്നുള്ള ആകാംക്ഷയിൽ നോക്കിക്കൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ മറഞ്ഞുപോയി. കാരണം ദാരിദ്ര്യമുള്ള കാലമായതുകൊണ്ട് എന്താ കിട്ടുന്നത് വാങ്ങിയേക്കാനുള്ള താല്പര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വീട്ടിലേക്ക് നമ്മൾ വന്നാൽ ചാവിയിട്ട് നമ്മൾ തന്നെ വാതിൽ തുറക്കുക, എന്നിട്ട് ഔത്ത് കിടക്കുക, കൊടുന്ന സാധനങ്ങളൊക്കെ പെരി കൊണ്ടുപോയി വെക്കുക. മട്ടത്തിന് വെക്കേണ്ട സ്ഥലത്ത് വെക്കണം, അല്ല ഞാൻ കൊണ്ടുപോയി വെച്ചു കൊടുത്തുണ്ടാവും. അങ്ങനെ ആണ് ഇന്നത്തെ കാലഘട്ടം. അപ്പോൾ പിന്നെ അകത്തേക്ക് പോയി നോക്കുമ്പോൾ ഉണ്ടാവും ഒരാൾ ആ റൂമിൽ ഫോണേറ്റ് ഊത്തിറക്കണം, മറ്റേ ആൾ ഇങ്ങേപ്പുറത്തൊരു ഫോണേറ്റ് ഇരിക്കുന്നുണ്ടാവും, പിന്നെ മറ്റൊരു മേലെ റൂമിലേക്കാരും. അങ്ങനെ ഓരോരുത്തരും ഓരോ ബൈക്ക് ഫോണിലും ചുറ്റുപാടൊക്കെ ആയിട്ട് നടക്കുക എന്നല്ലാതെ ആര് വന്നു ആര് പോയി എന്നൊന്നും നോക്കാൻ ആരുണ്ടാവില്ല. പക്ഷെ എന്നാലുണ്ടല്ലോ, ഇങ്ങനൊരു പൂച്ചനെ വളർത്തിയാൽ നമ്മളെ ആ സ്മെല്ല് എവിടുന്നെങ്കിലും കേട്ടാൽ മതി, അപ്പോൾ ഇയാൾ ഓടിയെത്തും. ഇയാൾ വാതിൽ തുറക്കാനും നമ്മളൊപ്പം ഉണ്ടാവും. നമ്മൾ എവിടുന്നാണ് മൂപ്പര് അപ്പോൾ ചാടി മറിഞ്ഞിങ്ങോട്ട് വരിക എന്ന് പറയാൻ പറ്റില്ല. നമ്മളാ സ്മെല്ല് കിട്ടിയാൽ മതി, എവിടെ ഉണ്ടെങ്കിലും ആ സ്പോട്ടിൽ വന്ന് പിന്നെ നമ്മളാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നമ്മളെ കൂടുതൽ തന്നെയാണ് മൂപ്പര്, ഒയ്യൂല. അതാണ് പൂച്ചനെ വളർത്തിയുള്ള പ്രത്യേകത. ഇപ്പോൾ ഞാൻ സുബഹിക്ക് പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്താണ് വാതിൽ തുറക്കുമ്പോൾ മൂപ്പര് കണ്ടത്. അതിൽ ഓടിയിട്ട് ഉള്ള സ്ഥലത്ത് നിന്ന് വന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ പുറത്തിറങ്ങുന്നത് വരെ എൻ്റെ കൂടെ ഈ കസാലയിൽ ഇവിടെ ഇരിക്കും. ഇനി ഞാൻ പുറത്ത് പോയി എപ്പോൾ വന്നാലും ശരി, അപ്പോൾ ഓടി ആൾ നമ്മളെ മടി കയറിയിരിക്കും. അപ്പോൾ അതാണ് പൂച്ചനെ വളർത്തിയാലിപ്പോൾ കുട്ടികളെക്കാട്ടി നല്ലത് ഇപ്പോൾ അതാണ്. ഓല ആ സമയത്തിന് നമ്മളെ തിരഞ്ഞു വരും. എവിടെയുള്ളത് വെച്ചാൽ നമ്മൾ ആ സ്മെല്ല് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവരാണിപ്പോൾ നമ്മളെ ഏറ്റവും നല്ല ഒരു കൂട്ടുകാരൻ എന്ന് പറയാം. ഈ പൂച്ചനെ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പൂച്ച നമ്മൾ വണ്ടി ഓടിക്കുന്ന സ്ഥലത്ത് അവശനിലയിൽ കണ്ട് അവിടുന്ന് അങ്ങനെ തീറ്റൊക്കെ കൊടുത്ത് വളർത്തി പിന്നെ അത് മേത്തുനിന്ന് വയ്യാതായപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോയതാണ്. അങ്ങനെ ഇപ്പോൾ വീട്ടിലാണ് മൂപ്പര്. ഞാൻ എങ്ങോട്ട് പോയാലും എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. അതാണ് പൂച്ചൻ്റെ പ്രത്യേകത. പിന്നെ അത് മാത്രമല്ല കേട്ടോ, വേറെ ഇവിടെ ഒരു പൂച്ച ഉണ്ട്, ഒരു പേർഷ്യക്കാരൻ ഇവിടെ കൂടുതലുണ്ട്. പക്ഷെ മൂപ്പര് കിട്ടിയത് തിന്നുകാണ്ട് ഒരു മൂലക്കലൊരു ഭാഗത്ത് അങ്ങനെ കിടക്കും, അല്ലാതെ മൂപ്പർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. എന്നാൽ നാടൻ പൂച്ച അതല്ല. നാടൻ പൂച്ച നമ്മളെ എവിടെ വെച്ചാൽ അവിടുന്ന് ഒയ്യൂല, നമ്മളെ മേത്തുനിന്ന് വേറിടില്ല. അറ്റിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ് ഈ നാടൻ പൂച്ചയ്ക്ക്. മറ്റത് പേർഷ്യന് ഊട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഓല തിന്നാൻ കിട്ടിയേണ്ട ഒരു പാത്താട് അങ്ങനെ കെടുക്കുന്നല്ലാണ്ട് ഓൽക്കങ്ങനെ പ്രത്യേകത ഒന്നുമില്ല. നാടൻ പൂച്ച അതല്ല. നാടൻ പൂച്ചക്ക് നമ്മളെ സ്മെല്ല്, നമ്മളെ ചലനം ഒക്കെ എത്രയും പെട്ടെന്ന് അറിയും. അങ്ങനെ നമ്മളെ കണ്ടാൽ പിന്നെ മേത്തുനിന്ന് വേറിടില്ല. ഇനിയിപ്പം എങ്ങനെ വായിപ്പിച്ചാലും പോവില്ല. ഇവിടെ കിടന്ന് കളിച്ച് മറിഞ്ഞ് മേത്ത് കയറി. അപ്പോൾ മടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് മൂപ്പര്. ഞാൻ അവിടെ കയറിയിട്ട് കുറച്ച് നേരം ഇരിക്കണം, എന്നാലേ പറ്റുള്ളൂ. അതിനുള്ള തോണ്ടലാണ് ഇപ്പോൾ ആ തോണ്ടിക്കൊണ്ട് മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് നാടൻ പൂച്ചനെ വളർത്താൻ താല്പര്യമുള്ളവർ എപ്പോഴും വളർത്തുക. മറ്റുള്ള പൂച്ചക്ക് ആ ചുറുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പൂച്ചക്ക് ഭയങ്കര നന്ദിയാണ് എന്ത് കൊടുത്താലും. ഇനിയിപ്പോൾ നമ്മൾ വരുന്ന വരവിൽ തന്നെ നമ്മളെ അടുത്ത് എന്തൊക്കെയുള്ളതെന്നൊക്കെ നോക്കാൻ ഒരു ഭയങ്കര ഉഷാറാണ്. നേരെ മറിച്ച് പേരക്കാരെ അതിന് കിട്ടില്ല. പേരക്കാരൊക്കെ ഫോണിലേക്കാരോ ഒരു വലിയ തിരക്കിലാണ്. 5 പെരയിലുണ്ടെങ്കിൽ 3 താഴത്ത് റൂമിലുണ്ടാവും ഫോണായിട്ട് കിടക്കണം, 2 മേലെ റൂമിലുണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വരണം പോകണം നോക്കണമെങ്കിൽ അതിനൊരു പൂച്ച വളർത്തിക്കൊള്ളി. അത് നാടനായാൽ വളരെ നന്നാവും. അല്ലാതെ മറ്റേ പേർഷ്യനും ചൈനയൊന്നും വളർത്തിയിട്ട് കാര്യമില്ല. ഓല കിട്ടിയെന്ന് കണ്ട് കണ്ടില്ലേ, ഇരുത്തൊരു ഭാഗത്തിരിക്കും. അല്ലാത്ത പരിപാടിയൊന്നുമില്ല. തിന്നാൻ കിട്ടുള്ള ലോകം ഓലെടുത്തുള്ളൂ.
മറ്റേ പൂച്ച അല്ല തിന്നാൻ കിട്ടണ ലോകിയൊന്നല്ല, മേത്തുനിന്ന് വേറിടില്ല. അറ്റങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്. കണ്ടില്ലേ? അതിന് ഞാൻ എപ്പോഴാണ് പോകണത് അതുവരെ ആ കസാലയിലും അതിലവിടെ കയറിയിരിക്കും. ഇനി ഞാൻ പോയാലും മൂപ്പര് ഡോറ് തുറന്നു കൊടുത്ത അപ്പം നമ്മളെ കസാലയിൽ പോയിട്ട് അവിടെ ഇരിക്കലാണ്. അതാണ് ഈ പൂച്ചൻ്റെ പ്രത്യേകത. അപ്പോൾ നാടൻ പൂച്ചനെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. പൂച്ചകളെ കുറിച്ച് കൂടുതൽ അറിയുന്നവർ അതിൻ്റെ വിവരങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ പൂച്ചയുടെ കഥ. ഈ പൂച്ചനെ നേരത്തെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ടൗണിലായിരുന്നു. അങ്ങാടിയിൽ നിന്ന് കിട്ടിയ സമയത്ത് ഞാനതിനിട്ടിട്ടുണ്ട്. അന്ന് ഏകദേശം ഒരു 2-3 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഈ പൂച്ചനെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ അങ്ങാടിയൊക്കെ നമ്മൾ ഒഴിവാക്കി പൂച്ചനെ വീട്ടിലാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പൂച്ച സ്നേഹികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പൂച്ചനെ ഇവിടെ സമർപ്പിക്കുന്നു. ഓക്കെ.